പിതാവും പുത്രനും പരിശുദ്ധ റുഹായിക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ നിങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പരിശുദ്ധ ആരാധനയിൽ പങ്കുചേരുവാൻ തീരുമാനിച്ചത്. നമ്മളെ എല്ലാവരെയും കർത്താവ് അത്ഭുതകരമായി വഴി നടത്തുന്നു. പരിശുദ്ധ സഭയെയും കർത്താവ് വഴി നടത്തുന്നു. നമ്മൾ ഒരു മഹനീയമായ ഒരു സീസണിലാണ്, കാലയളവിലാണ്. ആഗമനകാലം എന്ന് നമ്മൾ പറയും. അതിൽ നമ്മളെപ്പോഴും കാണുന്നത് ക്രിസ്മസാണ്. എന്നാൽ സഭാപിതാക്കന്മാർ ഈ പഞ്ചാംഗം, സഭയുടെ പഞ്ചാംഗം ഉണ്ടാക്കിയപ്പോൾ ക്രിസ്മസ് മാത്രം എന്നുള്ള ഒരു ആശയത്തിൽ ഒതുക്കാതെ സഭ മൊത്തമായി ഈ ഒരു കാലയളവിനെ കർത്താവായ യേശു ക്രിസ്തുവിനെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു കാലയളവായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് തന്നിട്ടുള്ള പഞ്ചാംഗത്തിലെ വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചു. ഇന്ന് നമുക്ക് തന്നിട്ടുള്ള തലക്കെട്ട് എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജനനം യോസഫിനോട് അറിയിക്കുന്നതായിട്ട്, യോസഫിനോടുള്ള അറിയിപ്പ്. അതിനു മുൻപേ 3 അറിയിപ്പ് ഉണ്ടായിരുന്നു. ഒന്ന്, യോഹന്നാൻ സ്നാപകനെക്കുറിച്ചുള്ള അറിയിപ്പ്. 2, യേശുവിൻ്റെ ജനനം മറിയയോടുള്ള അറിയിപ്പ്. ഇങ്ങനെ 3 പ്രധാന അറിയിപ്പുകളായിട്ടാണ് നമ്മൾ ഈ കാലത്തെ കാണുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കരോൾ സിംഗിങ്ങിനും മറ്റ് വിവിധമായ ക്രിസ്മസ്, കർത്താവിൻ്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ പലവിധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. എന്നാൽ ആഘോഷം എന്നുള്ളതിനേക്കാൾ ഉപരി ഏതൊരാഘോഷത്തിനും അതിന് മുൻപേ ഒരു ഒരുക്കമുണ്ട്. ഒരുക്കം കഴിഞ്ഞിട്ട് മാത്രമേ ആഘോഷം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരുക്കത്തിൻ്റെ കാലങ്ങളാണ്. നമ്മെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂജാതനായതിനെക്കുറിച്ച് കൊണ്ടാടുമ്പോൾ ആ സമയം, കാലം, ആ സീസൺ ദൈവത്തിൻ്റെ മക്കളായി തീർന്ന നമ്മൾ എങ്ങനെ കാണുന്നു? അതാണ് അതിനകത്തെ പൊരുൾ. എങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അത് പ്രാവർത്തികമാക്കണം? സഭാതലത്തിൽ, സാമൂഹിക ജീവിത മണ്ഡലങ്ങളിൽ എങ്ങനെ ഈ ആഗമനകാല വചനങ്ങൾ, അരുളപ്പാടുകൾ നാം പ്രാവർത്തികമാക്കണം? അതാണ് സഭാപിതാക്കന്മാർ അതിൽ കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാൻ എല്ലാ ആഴ്ചയിലും ഒന്നും ഇതൊന്നും പ്രസംഗിക്കുന്നില്ലെങ്കിലും ഞാൻ വളരെ ഈ കാലയളവിൽ ചിന്തിക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം എനിക്ക് വേണ്ടി. നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒരുക്കം എന്ന് പറയുമ്പോൾ ആ ഒരുക്കത്തെ നമ്മൾ എപ്രകാരം വീക്ഷിക്കുന്നു? ഒരു വിവാഹത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ ആ വീട്, ആ കുടുംബം, ആ ഭവനത്തിലെ വ്യത്യസ്ത വ്യക്തികൾ, വിവാഹം കഴിക്കാൻ പോകുന്ന 2 കുഞ്ഞുങ്ങൾ, വധുവും വരനും, ഇവർക്കെല്ലാവർക്കും ഒരുക്കമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഒരുക്കം വ്യത്യസ്ത ഒരുക്കങ്ങളാണ്. എല്ലാം കല്യാണത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി ഉള്ളത് എങ്കിലും വൈവിധ്യമാകുന്ന മാനം അല്ലെങ്കിൽ തലങ്ങൾ അതിനുണ്ട്. വൈവിധ്യമാകുന്ന ഒരുക്ക രീതികളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആ ആഘോഷത്തിൻ്റെ മേന്മ, വിവാഹത്തിൻ്റെ മേന്മ നമുക്ക് രുചിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്ത്
ദൂതൻ യോസഫിനോട് അറിയിക്കുന്ന അറിയിപ്പ്. അതിൽ യോസഫിനോട് കർത്താവ് പറയുന്നു ദൂതനിൽ കൂടെ, നീ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മറിയ ഗർഭിണിയാകും. അപ്പം മറിയോട് ഓൾറെഡി നേരത്തെ പറഞ്ഞു, നമ്മളത് വായിച്ചു ഒരാഴ്ചയ്ക്ക് മുമ്പ്. ഈ രണ്ട് വ്യക്തികൾ, യോസഫും മറിയയും, ലോകത്തിൻ്റേതായ പ്രപഞ്ചത്തിൻ്റേതായ ദൈവം തമ്പുരാൻ തന്നെ വാർത്തെടുത്ത ഒരു നിയമമാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം. രണ്ട് വ്യക്തികൾ തമ്മിൽ, ആണും പെണ്ണും തമ്മിൽ കൂടുമ്പോൾ ജനനമുണ്ടാകും. ദൈവം തമ്പുരാൻ അതിനെ മാറ്റി എഴുതിയില്ല. ലോകത്തിൻ്റെ രക്ഷകനായ ഈശോ മശിഹായെ ജനിപ്പിക്കുവാൻ കർത്താവ് ആ പ്രപഞ്ചത്തിൻ്റെ നിയമം തന്നെ എടുത്ത് അതിൽ കൂടെ പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിൽ വ്യാപൃതരായിരിക്കുന്ന വ്യക്തികൾ, താരങ്ങൾ, അവരെ അതിലേക്ക് വഴി നടത്തി ആ ശുശ്രൂഷയ്ക്ക് പാത്രീഭൂതരാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം ബന്ധപ്പെടുന്നു. അപ്പം അത് ഒരു വലിയ ഒരുക്കത്തിൻ്റെ, എൻ്റെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ തലവേദനയാണ്. നമ്മൾ രാവിലെ ആരാധനയ്ക്ക് വരുന്നു, അതിനൊരു ഒരുക്കമുണ്ട്. നമ്മൾ ചിലർ അതൊരു തലവേദനയായിട്ട് കാണത്തുള്ളൂ. പിന്നെ എങ്ങനെയെങ്കിലും പള്ളി പോയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇനിയും വല്ല അടിയോ അസുഖമോ ഒക്കെ ഉണ്ടായെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ച് നമ്മളങ്ങ് പോകും. കർത്താവ് ഈ പ്രപഞ്ചത്തിൻ്റെ നിയമത്തെ എടുത്തിട്ട് ഈ വ്യക്തികളിൽ കൂടെ വർക്ക് ചെയ്യുക, ദൈവിക പദ്ധതി ഈ ലോകത്തിൽ സ്ഥാപിക്കുവാൻ, അവരെ ശുദ്ധീകരിച്ച് അവരെ ആ ദൈവിക പദ്ധതിയിൽ കൂടെ കടന്നു പോകുവാൻ മാനസികവും ശാരീരികവും ആത്മീയവുമായ വൈവിധ്യമാവുന്ന തലങ്ങളെ പരിശുദ്ധമാക്കിയാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ പൂജാതനായത്. അല്ല ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കർത്താവ് ജനിച്ചു, മറിയെ യോസഫ് അറിഞ്ഞില്ല, അവർ കല്യാണം ആലോചിച്ച് വെച്ചിരുന്നേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞ് നമ്മൾ ചുമ്മാതെ അങ്ങ് വിടരുത്. ഇറ്റ്സ് വെരി സീരിയസ്. അപ്പം കർത്താവ് എന്തുമാത്രം നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ടു എന്നും കൂടെ ഓർത്തു. ഒരു രക്ഷകനെ ലോകത്തിന് തരുവാൻ കർത്താവിന് ഒരു വാക്ക് മതിയായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവം തമ്പുരാൻ എങ്ങനെയാണ് ഒരു പദ്ധതി ലോകത്തിൽ സ്ഥാപിക്കപ്പെടേണ്ടത്, അത് ദൈവിക പദ്ധതിയാണെങ്കിലും മാനുഷിക രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും ഒരു സഭയുടെ ആണെങ്കിലും ഒരു കുടുംബത്തിൻ്റെ ആണെങ്കിലും ഒരു സമൂഹത്തിൻ്റെ ആണെങ്കിലും ഒരു ഗ്രാമത്തിൻ്റെ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഏത് വിധത്തിലുള്ളതാണെങ്കിലും എങ്ങനെയാണ് ആ പദ്ധതിയിലേക്ക് നമ്മൾ ആവിഷ്കരിക്കപ്പെടേണ്ടത്, അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തേണ്ടത്, അതിനുള്ള യാത്ര എന്തൊക്കെയാണ് എന്ന് വളരെ പ്രാവർത്തികമായ രീതിയിൽ, പ്രായോഗികമായ രീതിയിൽ ദൈവം തമ്പുരാൻ കാണിച്ചു തരികയാണ്. യോസഫ് എന്ന് പറഞ്ഞ ഈ തച്ചൻ, അല്ല തച്ചൻ്റെ മകൻ, കാർപ്പൻ്റർ, അദ്ദേഹത്തെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളിയാകുവാൻ വേണ്ടി ഒരാഹ്വാനം കൊടുക്കുന്നു. അവന് ശങ്കയുണ്ട്. ഓർക്കാപ്പുറത്ത് ദൂതൻ വന്ന് അവനോട് പറയുന്നു, സാധാരണ നിയമങ്ങൾ അനുസരിച്ച് വിവാഹാലോചനയെല്ലാം നടത്തി ഇനിയും വിവാഹം ആ ആഘോഷം മാത്രമേ ഉള്ളൂ. യഹൂദന്മാരുടെ ഭാഷയിൽ, അവരുടെ സംസ്കാരത്തിൽ
വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതുപോലെയാണ്. നമ്മുടെ ഇടയിൽ ഇപ്പം അങ്ങനെയൊക്കെയാണ്, പണ്ടും അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് രണ്ട് ഫംഗ്ഷനായിട്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് വിവാഹം കഴിക്കാൻ വേണ്ടി ഉറപ്പൊക്കെ നടത്തിയാലും ഇട്ടച്ചു പോകുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയൊന്നും അല്ല. അതിനാണ് റിങ്ങൊക്കെ അന്ന് ഇടുന്നത്. രണ്ടുപേരെയും ഒരു റിങ്ങൊക്കെ ഇട്ട്, ഇത് ചുമ്മാതൊരു വാക്കല്ല, ഒരു പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതല്ല, ഇത് ഉടമ്പടിയുടെ ഭാഗമാണ് എന്ന് ഉള്ള ആ വ്യക്തമായ രൂപരേഖ. അപ്പോൾ വിവാഹം കഴിക്കാത്ത ഈ രണ്ട് വ്യക്തികൾ അവരുടെ മാനസികാവസ്ഥ കുടുംബത്തിലും വ്യക്തിപരമായും ആ സമൂഹത്തിലും അത് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പം കർത്താവ് അവരെ അതിൽ കൂടെ ഒക്കെ കടത്തി വിട്ടിട്ട് ഒരു വലിയ ശുദ്ധീകരണ പദ്ധതിയിൽ കൂടാണ് വഴി നടത്തിയത്. എന്നാൽ ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വേദനയും ഉള്ള ഒരു പദ്ധതി ആണെങ്കിൽ പോലും അതിനെ സ്വയസിദ്ധമായി ഏറ്റെടുക്കുന്ന യോസഫിനെയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രത്യേകിച്ച് വലിയ ഒരു വിവർത്തനവും അതിനു വേണ്ട ഒരു വ്യാഖ്യാനവും ഒരു നീണ്ട രൂപരേഖയും ഒന്നും കർത്താവ് ദൂതനിൽ കൂടെ യോസഫിന് കൊടുത്തില്ല. യോസഫിനോട് പറഞ്ഞു, നീ ശങ്കിക്കേണ്ട, നീ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഈ സ്ത്രീ മറിയ ഗർഭം ധരിക്കും, അത് പരിശുദ്ധാത്മാവിനാൽ ഉള്ള പദ്ധതിയാണ്. അത്രേ പറഞ്ഞുള്ളൂ. അപ്പം അത് ഇൻവിറ്റേഷൻ. ആ ഇൻവിറ്റേഷൻ നമുക്കുമുണ്ട്. തമ്പുരാൻ്റെ രക്ഷാകര പദ്ധതിയിൽ ആ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് നമ്മൾ സഭാമക്കൾ, പരിശുദ്ധ സഭ ഈ ലോകത്തിൽ ദൈവമാക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാ കുറേ പാട്ടും കൊട്ടും കേക്കും ഗെറ്റ് ടുഗദർ ഒന്നുമല്ല. അതിനേക്കാളൊക്കെ ഉപരിയായി കർത്താവെ, എന്നെ ജോസഫിനെയും മറിയെയും ഈ വലിയ രക്ഷാകരമായ പദ്ധതിയിൽ പങ്കുചേരുവാൻ വിളിച്ചതുപോലെ ലോകത്തിൽ നിൻ്റെ രക്ഷാകര പദ്ധതി ഇന്നും നടപ്പാക്കേണ്ടതിന് വേണ്ടി എന്നെ ഒരു ജോസഫായിട്ട്, എന്നെ ഒരു മറിയയായിട്ട് കർത്താവ് വിളിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. രണ്ടാമതായി നമ്മൾ കാണുന്നത്, അവനോട് പറഞ്ഞു, ഈ കുട്ടി, ഈ പൈതൽ യേശു എന്ന നാമത്താൽ അറിയപ്പെടണം. അത് ദൂതൻ ജോസഫിനോട് പറഞ്ഞു. കർത്താവ് മോളിൽ നിന്നിട്ട് ഇവൻ്റെ പേര് യേശു എന്ന് പറഞ്ഞില്ല. പേരിടുന്നതിലും ജോസഫിനെയാണ് ദൂതൻ അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ ആ പദ്ധതിയുടെ ഭാഗമാക്കിയത്. നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പേരിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ചടങ്ങാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത്ര അറിയത്തില്ലായിരിക്കും. പക്ഷേ പൈതൃകപരമായിട്ട് പാരമ്പര്യപരമായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ പേരിടുന്നത് ഒരു വലിയ വിശുദ്ധിയുള്ള, ഒരു വലിയ ഉത്തരവാദിത്തമുള്ള, ഒരു തുടർച്ചയുള്ള കുടുംബത്തിൻ്റെ പാരമ്പര്യം നടത്തുന്ന ഒരു ചടങ്ങാണ്. അപ്പം അങ്ങനെയുള്ള വലിയ ഒരു ദൗത്യം ഏൽപ്പിച്ചത് യോസഫിനെയാണ്. നീ അവന് യേശുവെന്ന് പേർ വിളിക്കണം. ഇപ്പം നമ്മളെ പേരൊക്കെ നേരത്തെ കണ്ടുവെക്കും അല്ലേ? ചിലപ്പം പേരൻസിനോടൊന്നും ചോദിക്കത്തില്ല, കാരണവർമാരോട് ചോദിക്കത്തില്ല. പണ്ടൊക്കെ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ഇപ്പം പേരൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ട് ഭാര്യയും ഭർത്താവും ഒക്കെ ഇരുന്ന് ചിന്തിച്ച്, ചെറുക്കനാണെങ്കിൽ ഇത്, പെണ്ണാണെങ്കിൽ ഇത്, എന്നിട്ട് പേരൻസിനോട് അങ്ങ് പറയും. പേരൻസ് അത് അങ്ങ് എഗ്രി ചെയ്യും, അടിയും വഴക്കൊന്നും ഉണ്ടാക്കാതെ. കുഴപ്പമില്ല. എന്നാൽ കർത്താവിൻ്റെ ജനനത്തിങ്കൽ
രക്ഷകനായി ഭൂമിയിൽ പിറക്കേണ്ട ഈ യേശുവിൻ്റെ ജനനത്തിങ്കൽ അവൻ പിറക്കുമ്പോൾ പേരിടേണ്ടത് ആ ദൗത്യം ജോസഫിനാണ് കൊടുത്തത്. യേശു എന്നാൽ രക്ഷകൻ. ആ കൂട്ടത്തിൽ വേറൊരു നാമകരണം കൂടെ കൊടുത്തു, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള യേശു എന്ന് പേരിടണം. അപ്പോൾ നമ്മൾ ജോസഫിനുള്ള അറിയിപ്പിൻ്റെ ഈ ദിവസത്തിൽ ഓർക്കേണ്ടത്, ഞാനും അനേകർക്ക് പേരിടേണ്ടവരാണ്. നമ്മിൽ കൂടെ കർത്താവിനെ അറിഞ്ഞിട്ട് കർത്താവിനെ രുചിച്ചിട്ട് ദൈവത്തിൻ്റെ മക്കളാകുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കാണ് നമ്മൾ ആത്മീയ പിതാവെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെയുള്ള മക്കളുടെ ആത്മീക പിതാക്കന്മാരായി തീരേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഇപ്പോഴും കുഞ്ഞു കുഞ്ഞു പാട്ടുകളും പാടി ഇപ്പോഴും ബാലശിക്ഷയിൽ നടക്കുന്ന കുഞ്ഞ് പൈതങ്ങളെപ്പോലെയല്ല, വളർന്ന് 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 മറ്റുള്ളവർക്ക് പേരിടേണ്ടതും മറ്റുള്ളവരെ ആത്മീകമായ ദൈവികമായ പദ്ധതിയിൽ കൂടെ ദൈവത്തെ രക്ഷകനെ അറിയുവാൻ ജനിപ്പിക്കുവാൻ വഴികാട്ടിക്കൊടുക്കേണ്ടവരാണ് നമ്മൾ. ആ വലിയ ഉത്തരവാദിത്തമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. മൂന്നാമതായിട്ട്, ഈ അരുളപ്പാട് കേട്ടപ്പോൾ യോസഫ് യാതൊരു വിഘ്നവും കൂടാതെ അത് അനുസരിച്ചു. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ ജോസഫ് തൻ്റെ ഭാര്യയെ തന്നോട് ചേർത്തു. വേറെ ചോദ്യങ്ങളൊന്നുമില്ല. നമ്മളാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലായില്ല, എന്തായി പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ 100 പോകും. അവിടുന്ന് ഒരു വ്യാഖ്യാനം, ഇവിടുന്ന് ഒരു വ്യാഖ്യാനം, ആ ഉപദേശം പറയണം, ഈ ഉപദേശം പറയണം, ആ പ്രവാചകൻ പറയണം. നമ്മൾ കർത്താവിൻ്റെ വചനം വായിച്ചിട്ട് 100 പേരുടെ അഭിപ്രായങ്ങളാണ് ചോദിക്കുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ അറിയാമേനായിട്ടല്ല, നമ്മുടെ മാനുഷികമായ ബുദ്ധിയിൽ നമ്മൾ അങ്ങനെ ആയിപ്പോയി. പക്ഷേ ജോസഫ് എന്ന ഈ മനുഷ്യന് യാതൊരു വ്യാഖ്യാനവും വിവരണവും എക്സ്പ്ലനേഷനൊന്നും കൊടുത്തില്ല. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞ വാക്ക് അവൻ അന്ത്യത്തോളം അനുസരിച്ചു. രക്ഷകനായ യേശുവിനെ താൻ തൻ്റെ ഭവനത്തിൽ ഏറ്റവും നല്ല ഒരു പിതാവായി കൊണ്ടു നടന്നു, പരിചരിച്ചു, പരിപാലിച്ചു, അവരുടേതായ ദൈവീക വിശ്വാസത്തിൽ വളർത്തി. ആത്മീയവും ഭൗതികവുമായ എല്ലാ വഴികാട്ടിയും ജോസഫ് ആയിരുന്നു ആ ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരു ജോസഫിനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പം ജോസഫിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ അധികം ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്ത് ജോസഫിനെ കുറിച്ച് എങ്ങും പറഞ്ഞിട്ടില്ല. ജോസഫ് എന്ന കഥാപാത്രം നമ്മൾ വായിക്കുന്നുമില്ല. എന്നാൽ നിശബ്ദനായി ദൈവം പറഞ്ഞതിനെ അത് ഏറ്റുകൊണ്ടു അനുസരിച്ചു. അതാണ് ജോസഫിൻ്റെ വൈഭവ്യം. അതുകൊണ്ട് വേദപണ്ഡിതന്മാർ ജോസഫിനെ വിശുദ്ധ ജോസഫ് എന്നാണ് വിളിക്കുന്നത്. ഹോളി ഫാമിലി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പരിശുദ്ധ അല്ലെങ്കിൽ വിശുദ്ധ കുടുംബം, ജോസഫും മേരിയും ഈശോയും, ദ ഹോളി ഫാമിലി. ഒരു കുടുംബം എങ്ങനെയായിരിക്കണം? ഒരു കുടുംബത്തിലെ പിതാവും മാതാവും എങ്ങനെയായിരിക്കണം? മക്കളുണ്ടെങ്കിൽ ആ മക്കൾ എങ്ങനെയായിരിക്കണം? അവർ തമ്മിൽ എങ്ങനെ ആ കുടുംബത്തെ പോറ്റി വളർത്തണം? ഇതിൻ്റെ എല്ലാം നല്ല ഒരു മാതൃകയാണ് ജോസഫും മറിയയും. അതുകൊണ്ട് നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ കാലയളവിൽ ഈ ചെറിയ ചെറിയ പ്രായോഗികമായ സത്യങ്ങൾ
മൂല്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ സഭാമണ്ഡലത്തിലും അന്വർത്ഥമാക്കുവാനും പ്രായോഗികമാക്കുവാനും അതിൽ കുറവ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ, അഥവാ അതിലുള്ള കുറവുകളെ നമ്മൾ വിലയിരുത്തി അതിൽ നിന്ന് തിരിഞ്ഞ് ഈ ക്രിസ്മസിൻ്റെ ആഘോഷം ഏറ്റവും പുത്തൻ അന്വർത്ഥമുള്ള ഒരാഘോഷമാക്കി നമ്മൾ മാറ്റണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വിശുദ്ധനായ സെയിൻറ്റ് ജോൺ ക്ലൈമാക്കസ് എന്ന് പറയുന്ന ഒരു വലിയ വിശുദ്ധൻ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിശബ്ദതയെ സ്നേഹിക്കുന്നവൻ ദൈവത്തോട് അടുക്കുന്നു. അവൻ രഹസ്യമായി ദൈവത്തോട് സംസാരിക്കുന്നു, അവനോടും സംസാരിക്കുന്നു. ദൈവം അവനെ പ്രബുദ്ധനാക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തെ ഉൾക്കാഴ്ച കൊണ്ട് പ്രകാശിപ്പിക്കുന്നു. മൗനം ഇഷ്ടപ്പെടുന്നവർക്ക് ദൈവത്തോടടുക്കുവാനും അവനുമായി രഹസ്യമായി സംസാരിക്കുവാനും അതുവഴി ദൈവികമായ അറിവും ഉൾക്കാഴ്ചയും ലഭ്യമാക്കുവാനും സാധിക്കും. വലിയ ആർഭാടങ്ങളുടെ ബഹളത്തിൽ ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടത് കേൾക്കത്തില്ല, കാണേണ്ടത് കാണത്തില്ല. എന്താ, മൗനമായി നമ്മൾ ഒരിടത്ത് പോയിരുന്നാൽ അതൊരു വലിയ ഡിസിപ്ലിനാണ്, ഒരു വലിയ അച്ചടക്കമാണ്. കാരണം നമ്മളാരും നിശബ്ദരായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. എന്തെങ്കിലും കണ്ടാൽ ഉടനെ എടുത്തിയാടി അതിന് ഒന്ന് പ്രതികരിച്ചില്ലെങ്കിൽ ഏതോ കുറഞ്ഞു പോയി എന്ന് ചിന്തിക്കുന്ന സ്വഭാവമുള്ളവരാണ് മനുഷ്യർ. എന്നാൽ മൗനം ഒരു വലിയ ആത്മീക കലയാണ്, ഒരു ആത്മീകമായ ശിക്ഷണ നടപടിയാണ്, ഒരു വലിയ ചിട്ടയാണ്. അതിൽ നമ്മൾ വൈഭവ്യമുള്ളവരായി മാറുന്നുവെങ്കിൽ അതിൽ കൂടെ നമ്മുടെ ഉൾക്കാഴ്ചകളെ വർദ്ധിപ്പിച്ചെടുക്കുവാൻ, ദൈവമായിട്ട് അടുക്കുവാൻ, രഹസ്യത്തിൽ, മൗനതയിൽ, ധ്യാനത്തിൽ, നിശബ്ദതയിൽ ദൈവം പറയുന്നതിനെ ഏറ്റവും അടുത്ത് ശ്രവിക്കുവാനും കേൾക്കുവാനും നമുക്ക് സാധിക്കും. ആത്മീയ മൗനം ഏകാന്തതയുടെയും ധ്യാനത്തിൻ്റെയും വഴിയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹവും സംതൃപ്തിയും ധൈര്യവും ഉറപ്പും ദൃഢതയും ഉള്ളതാണ്. അത് നമ്മൾ ഒന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഉൾവേര്, തായ്വേര്, ദൃഢത, ആ സോഴ്സ്, വെള്ളത്തിൻ്റെ ഉറവിടം എവിടെയാണ്, അവിടേക്ക് കടന്നു ചെന്ന് ഉറപ്പോടെ നിൽക്കുന്ന ഒരു മരം പോലെ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ വളർത്തിയെടുക്കുവാൻ പരിശ്രമിക്കണം. സെയിൻറ്റ് ബേസിൽ ദ ഗ്രേറ്റ്, വിശുദ്ധനായ ബേസിൽ, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: മൗനം അഥവാ നിശബ്ദത ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ആരംഭമാകുന്നു. സൈലൻസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ സോൾ. മൗനം അല്ലെങ്കിൽ നിശബ്ദത നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ ആരംഭമാകുന്നു. അതുകൊണ്ട് നമ്മൾ യോസഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ബൈബിളിൽ അദ്ദേഹത്തെക്കുറിച്ച് കാര്യമായിട്ട് അതുകൊണ്ടായിരിക്കാം ഒന്നും പറയാത്തത്. വളരെ മൗനതയോടെ, ഇത്രയും കഠിന ശോധനയും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ള ആ സംഭവത്തിൻ്റെ കഥാപാത്രമായി തീർന്ന ആ വ്യക്തി ദൈവത്തോട് മാത്രം അടുത്ത്, ദൈവം തമ്പുരാനെ എന്തോ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല, നീ പറഞ്ഞതാ, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ജീവിതം ജീവിക്കണം, എങ്ങനെയെങ്കിലും ഈ മകനെ എനിക്ക് വളർത്തണം. ആ മൗനതയിൽ കൂടെ അദ്ദേഹം ശക്തി പ്രാപിച്ച് ഹൃദയത്തിലും ആത്മാവിലും അവൻ ശുദ്ധീകരണം പ്രാപിക്കുന്നവനായി തീർന്നു. നമ്മൾ സജീവമായി കേൾക്കുവാൻ സ്വയം പരിശീലിപ്പിക്കണം. ട്രെയിൻ യുവർ സെൽഫ് ടു ലിസൺ ആക്റ്റീവ്ലി. സജീവമായി കേൾക്കുന്നവരായിരിക്കണം. കേൾക്കുവാൻ നമ്മൾ
വളരെ വെമ്പൽ കാണിക്കണം, പറയുവാൻ അല്ല. നമ്മൾ സാധാരണ പറയുവാനാണ് വെമ്പൽ കാണിക്കുന്നത്. ബട്ട് ലിസൺ ഫസ്റ്റ്. അപ്പം നിശബ്ദതയിൽ കൂടെ, മൗനതയിൽ കൂടെ, ഏകാന്തതയിലുള്ള ധ്യാനത്തിലൂടെ സജീവമായി കേൾക്കുവാൻ നമ്മുടെ കാതുകളെ, നമ്മുടെ മനസ്സുകളെ നമുക്ക് ഒരുക്കിയെടുക്കുവാൻ സാധിക്കും. അതാണ് വിശുദ്ധനായ യോസഫ് നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നത്. സെയിൻറ്റ് ജോൺ ക്രിസോസ്റ്റം ഒരു വലിയ വിശുദ്ധനാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അധികം സംസാരിക്കുകയല്ല, ശരിയായി ജീവിക്കുകയാണ് ആവശ്യം. നിശബ്ദത വാക്ചാര്യതയേക്കാൾ, വാചാലതയേക്കാൾ പ്രയോജനകരം ആകുന്നു. നമ്മൾ പലപ്പോഴും വളരെ നന്നായിട്ട് സംസാരിക്കുന്നതും നല്ല പവർഫുൾ പ്രീച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും, വളരെ ആവശ്യമാണ്. പക്ഷേ അതിനേക്കാളും ആവശ്യമാണ് ശരിയായി ജീവിക്കുക എന്നുള്ളത്. അപ്പം വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞത് അധികം സംസാരിക്കുകയല്ല, എന്നാൽ ശരിയായി ജീവിക്കുകയാണ് ആവശ്യം. നിശബ്ദത വാചാലതയേക്കാൾ വളരെ പ്രയോജനകരമാണ്. നമ്മെ തന്നെ ശൂന്യരാക്കുകയും വചനം ജഡമായി ഈ ഭൂമിയിൽ വസിച്ച ആ കർത്താവിനെ നമ്മുടെ ഉള്ളങ്ങളിൽ ഒരു സ്ഥാനം, ഒരു ഇടം കൊടുത്ത് നമുക്ക് ജോസഫിനെ പോലെ ജീവിക്കുവാൻ പഠിച്ചാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഭാഗ്യകരമാകും, ധന്യമാകും. സഭാമണ്ഡലങ്ങളും സാമൂഹ്യ മണ്ഡലങ്ങളും വളരെയധികം ഔന്നത്യത്തിലേക്ക്, സമാധാനത്തിലേക്ക് നടന്ന് അടുത്തു ചെല്ലും. നമ്മൾ ചിന്തിക്കേണ്ടത്രയേ ഉള്ളൂ, ശരീരമായി തീർന്ന വചനം കർത്താവായ യേശു, അതിൻ്റെ പങ്ക്, അതിൻ്റെ വാഹകൻ, ആ വലിയ ദൗത്യത്തിന് ഇടം കൊടുത്ത യോസഫ്, എന്നാൽ ശാന്തസ്വരൂപനായ, അധികമൊന്നും കേൾക്കാനും പറയാനുമില്ലാത്ത ഒരു വ്യക്തി. അദ്ദേഹം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് നാം ശൂന്യരാകുമ്പോൾ, ഇല്ലാത്തവരാകുമ്പോൾ, നമ്മളെ തന്നെ എംപ്റ്റി ചെയ്യുമ്പോൾ നമുക്ക് ഈ ജഡമായി തീർന്ന കർത്താവിനെ, വചനം ജഡമായി തീർന്ന കർത്താവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റവും നല്ല ഒരു സ്ഥാനം കൊടുത്ത്, ഇടം കൊടുത്ത് ക്രിസ്മസ് ആഘോഷിക്കുവാൻ സാധിക്കും. സിറിയക്കാരനായ വിശുദ്ധ എഫ്രൈം ഇങ്ങനെ പറഞ്ഞു: ജോസഫ് രഹസ്യങ്ങളുടെ കാവൽക്കാരനാണ്. സ്വർഗത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത യേശുവിനെ, ദൈവത്തെ, ഈ രഹസ്യങ്ങളുടെ കാവൽക്കാരനായ യൗസഫ് അവൻ്റെ കരങ്ങളിൽ പിടിച്ചു. അത് വലിയൊരു സ്റ്റേറ്റ്മെൻ്റാണ്. The one which the heaven cannot contain, Saint Joseph held in his arms. അപ്പം നമുക്ക് തന്നിരിക്കുന്ന വലിയ നിധി, ക്രിസ്തു എന്ന നിധി. നമ്മൾ വിചാരിക്കും രക്ഷിക്കപ്പെടാനും പാപവനം പ്രാപിപ്പാനും സ്വർഗത്തിപ്പാനും വേണ്ടിയുള്ള വഴി യേശു ക്രിസ്തു. നമ്മൾ അങ്ങനെ ഇതിനെ അങ്ങ് പറഞ്ഞങ്ങ് വിടും. നോ, ഇറ്റ് ഈസ് ദി ഇറ്റേണൽ ട്രഷർ. സ്വർഗത്തിൽ പോലും അടക്കാൻ വഹിയാത്ത ഒരു വലിയ നിക്ഷേപത്തെ നമ്മുടെ കരങ്ങളിൽ കർത്താവ് തന്നിരിക്കുകയാണ്. അതാണ് ക്രിസ്മസ്. ജോസഫിന് ആ വലിയ ഭാഗ്യം ഉണ്ടായി. അദ്ദേഹം അത് നന്നായിട്ട്, മൗനമായിട്ട്, ശാന്തതയിൽ, വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ, കർത്താവെ അവിടുന്ന് പറയുന്നു, ഞാനതാ അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ടതുപോലെ, അനുസരിച്ചതുപോലെ നമുക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ
ഈ ക്രിസ്മസിൻ്റെ കാലയളവിൽ അപ്രകാരം വീക്ഷിക്കുവാനും കാണുവാനും വിലയിരുത്തുവാനും കർത്താവിനോട് അടുക്കുവാനും ഉതകുന്നതായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. ഞാനൊരു കൊച്ചു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇത് സെൻറ്റ് ജോസഫിനെ കുറിച്ചുള്ളതാണ്. ഇംഗ്ലീഷിലാണെന്നേ ഉള്ളൂ. അതിൻ്റെ പേര് സെയിൻറ്റ് ജോസഫ് സൈലൻറ്റ് സെയിൻറ്റ്. ഇത് നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ എഴുതിയതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ച് വാഴ്ത്തി ഈ ക്രിസ്മസ് ആഘോഷങ്ങളും ക്രിസ്മസ് കാലയളവും ധന്യമാക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ. ആമേൻ.